ഹായ് ഫ്രണ്ട്സ്, നമ്മളൊക്കെ ചിലപ്പോഴെങ്കിലും നമ്മുടെ ലൈഫിൽ ആ ഒരു തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് ശരിയാണോ, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ കറക്റ്റാണോ, ഈ ഒരു സിറ്റുവേഷൻ ആ ഒരു തീരുമാനമാണോ നമ്മൾ എടുക്കേണ്ടിയിരുന്നത് എന്നൊക്കെ പലപ്പോഴും നമ്മളിങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ആളുകളാണ് അല്ലേ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എഫേർട്ട് ഇടുമ്പോൾ അത് അതിന് ശരിയാവുമോ, അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന എഫേർട്ട് കറക്റ്റാണോ, ആ ഒരു തീരുമാനത്തിൽ യോജിക്കോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് അല്ലേ. അത് നമുക്ക് പലർക്കും വരുന്ന ഒരു സംശയമാണല്ലേ, നമ്മൾ ചെയ്യുന്ന കാര്യം ശരിയാണോ എന്നൊക്കെ നമ്മൾ പല പ്രാവശ്യം നമ്മളിൽ പലരും അങ്ങനെ ചിന്തിക്കാറുണ്ടാവും. അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ കഥ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഈ ഒരു കഥ ഉപകാരമാവോ നോക്കാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചിട്ട് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതൊരു ചെറിയ സ്റ്റോറി ആക്കിയിട്ട് പറയാം കേട്ടോ. ഒരു 3 ഫ്രണ്ട്സ്, അവർ ഭയങ്കര കട്ട ഫ്രണ്ട്സാണ്. എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന 3 ഫ്രണ്ട്സ്. അപ്പോൾ അതിൽ ആ ഒരു 3ാമത്തെ ഫ്രണ്ട് ഒരാളോട് പറയുന്ന ഒരു കാര്യമാണ് കേട്ടത്. എൻ്റെ ബാക്കി 2 ഫ്രണ്ട്സും എന്നായിട്ട് നല്ല കമ്പനിയാണ്, ഭയങ്കര ആത്മാർത്ഥതയാണ്, എന്നായിട്ട് ഭയങ്കര കമ്പനിയാണ്, എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കും എന്ന് പറയുന്നുണ്ട്. എന്നാൽ 2 പേര് 2 തരത്തിലുള്ള ആളുകളാണ്. ഒരാൾ എനിക്ക് വേണ്ടിയിട്ട് എല്ലാ പ്രാർത്ഥനയിലും എന്നെ ഉൾപ്പെടുത്തും. അവൻ എപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും എനിക്ക് വേണ്ടി അവൻ പ്രാർത്ഥിക്കും. ഞാൻ എന്തൊരു പ്രശ്നത്തിൽ നിൽക്കുകയാണെങ്കിലും അവൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവൻ എന്ന് പ്രാർത്ഥിക്കുമ്പോഴും ആ ഒരു പ്രാർത്ഥനയിൽ എന്നെ അവൻ ഉൾപ്പെടുത്തും, ഒരു കൂട്ടുകാരൻ. അങ്ങനെ പറഞ്ഞു. 2ാമത്തെ ഫ്രണ്ടാണെങ്കിൽ ഞാൻ എപ്പോൾ വിളിച്ചാലും ഓടിയെത്തും. എന്തൊരു സഹായത്തിന് വേണ്ടിയിട്ട് ഞാൻ വിളിച്ചാലും ഏതൊരു ആപത്ത് ഘട്ടത്തിലായാലും ഓടി എത്തി എൻ്റെ കൂടെ നിന്ന് എന്നെ സഹായിക്കുമെന്ന് പറയാം 2ാമത്തെ ഫ്രണ്ട്. ഫസ്റ്റ് ഫ്രണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, എന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. 2ാമത്തെ ഫ്രണ്ട് ഞാൻ എന്ത് കാര്യത്തിന് വിളിച്ചാലും എൻ്റെ കൂടെ വന്ന് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്നോടൊപ്പം നിൽക്കും. ഇപ്പോൾ എൻ്റെ ഈ 2 കൂട്ടുകാരും ഒരു അപകടത്തിൽപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ അവരെ എങ്ങനെ രക്ഷിക്കണം എന്നാണ് ആ ഒരു കൂട്ടുകാരൻ ചോദിക്കുന്നത്, 3ാമത്തെ ഒരു കൂട്ടുകാരൻ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ അവരെ എങ്ങനെയാണ് രക്ഷിക്കുക, എനിക്ക് അവർക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് ഈ 3ാമത്തെ കൂട്ടുകാരൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇങ്ങനെ ചോദിക്കും ചെയ്യണം. അപ്പോൾ അതിന് ഈ കഥ കേൾക്കുന്ന ആൾ പറഞ്ഞു കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയോ? അവരെന്ത് നിനക്ക് ചെയ്തു അത് തന്നെ നീ തിരിച്ച് ചെയ്യുന്നു. എന്ന് വെച്ചാൽ നിൻ്റെ ഒരു കൂട്ടുകാരൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ, നീ അവന് വേണ്ടി പ്രാർത്ഥിക്കും. നിന്നെ കൊണ്ട് പറ്റുന്ന പോലെ നിൻ്റെ പ്രാർത്ഥനയിൽ അവനെ ഉൾപ്പെടുത്തും. നിൻ്റെ 2ാമത്തെ ഫ്രണ്ടില്ല, നീ എപ്പോഴും വിളിക്കുമ്പോൾ ഓടി വന്നിരുന്ന ആ ഫ്രണ്ട്, അവന് നിന്നെ കൊണ്ട് പറ്റുന്ന പോലെയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കും. നിനക്ക് എന്താണോ അവർ ചെയ്തു തന്നത് അത് തന്നെ നീ തിരിച്ചു കൊടുക്കുക അവർക്ക് വേണ്ടിയിട്ട് എന്നാണ് ഈ ഒരാൾ അവർ പറഞ്ഞു കൊടുത്തൊരു അഭിപ്രായം. നമ്മളും നമ്മളെ ലൈഫിൽ ഇങ്ങനെ തന്നെ തീരുമാനിച്ചാൽ മതി. നമ്മളോട് എന്താണോ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങൾ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അല്ലേ. നമ്മളോട് എന്താണോ അവർ ചെയ്യുന്നത് അതുപോലെ നമ്മളും തിരിച്ച് ചെയ്യാം. പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിന്നെ സഹായിക്കാൻ അവൻ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ നീയും അവന് വേണ്ടി പോയി നിൽക്ക്. അപ്പോൾ ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ആ ഒരു തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് കൂടി ശ്രദ്ധിക്കുക.